ഹലോ ഫ്രണ്ട്സ്, കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി വരുമ്പോൾ സുഭാഷ് പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയാന്ന്. അല്ലല്ല, ഇത് സുഭാഷ് ഏട്ടന് തോന്നിയിട്ട് തന്നെ ഉണ്ടാക്കിയതാന്ന് നിധി പറയുന്ന നേരത്ത് സുഭാഷും പറയുന്നുണ്ട് കേട്ടോ, മോളെ ഇവൻ രാവിലെ പറഞ്ഞായിരുന്നു എന്ന്. അന്നേരം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കൈയൊക്കെ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാണ്. നേരം നമ്മുടെ സുധീഷ് ആണെങ്കിൽ 100 വർഷം ദീർഘസുമംഗലിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല, എല്ലാരും പറയുന്ന ഒരു ആശംസാവാചകം ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇയാളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള അവരുടെ കൂടെ കുറെ കാലം ജീവിക്കട്ടെ, എല്ലാ ഉയരങ്ങളും കീഴടക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസിക്കാനിട്ടാ നമ്മുടെ സുധീഷ്. അന്നേരം നമ്മുടെ സുഭാഷ് പറയും, മോളെ ഇവനിത് നേരത്തെ പറയാന്ന് വെച്ചാൽ മോൾക്ക് നല്ലൊരു ഉടുപ്പൊക്കെ ഞാൻ വാങ്ങി വെച്ചേനെ. അതിനൊക്കെ സുഭാഷ് ഏട്ടൻ എന്തിനാ ബുദ്ധിമുട്ടുന്നേ, ഞാനതൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കും, നീ വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അത് പിന്നെ സുഭാഷ് ഏട്ടാ, ഇവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, വാങ്ങിക്കാൻ കൂട്ടു വെച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് പറയണ്ട നിധി. അങ്ങനെ നിധിക്ക് അത് കൈമാറുന്ന സമയത്ത് നിധി അത് തുറന്നു നോക്കേ, ആയി നല്ല കളറാണല്ലോ, നല്ല ഡിസൈനും. അപ്പോൾ സെലക്ഷനൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷിന് അത് ഭയങ്കരമായിട്ട് സന്തോഷമാണേ. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ നിധി അങ്ങ് പോവാണ് റൂമിലോട്ട്. അന്നേരം നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് ഡാൻസാണ്. പിന്നീട് നിധി ആ സാരി ഉടുത്തു വരും. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്നോടാണോ എന്ന് ചോദിക്കുക സുധീഷ്. വാങ്ങിച്ചു തന്ന ആളോടല്ലേ ചോദിക്കാന്ന് ചോദിക്കുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് നിധിയെ കാണാൻ എന്നൊക്കെ പറയണേ. ഞാൻ ഇത് ഉടുത്തിട്ടാ ഇന്ന് ഓഫീസിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് പോകും കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഓഫീസിലിരിക്കുന്ന നിധിയെ ആ സിദ്ധാർത്ഥ് ഉണ്ടല്ലോ, അയാൾ വന്നിട്ട് എന്തൊക്കെയോ പണിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം നിധിക്ക് ടൗൺ വരെ പോകണം എന്ന് പറയുന്നുണ്ട്. ഞാനും അതേ റൂട്ട് പോകുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്യാം നിധിയെ എന്ന് പറയുമ്പോൾ വേണ്ട സർ എന്ന് പറയാണ്. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനാ പോകുന്നത്, നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ, താൻ വാടോ എന്ന് പറയുമ്പോൾ അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ നിധിയും പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേ കാര്യം സിദ്ധാർത്ഥ അറിയാണ്. അതുകൊണ്ട് തന്നെ വഴിയരികിൽ നിർത്തിയിട്ട് ഒരു ചോക്ലേറ്റിന്റെ പെട്ടി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ സാർ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഇതിപ്പോ ഓഫീസിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തേനെ, വഴിയരികിൽ വെച്ചിട്ടാണല്ലോ ഞാൻ അറിഞ്ഞത്, ഇത് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് വണ്ടി നിർത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുമ്പോൾ സോറി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വണ്ടി നിർത്താണേ. അങ്ങനെ നമ്മുടെ ഗോപി വക്കീലിനെ കാണുന്നു. അപ്പോൾ ഗോപി വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ കുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞത്, എന്തിനാ അവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവുന്നില്ല സാർ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനോട് ആരാ പറഞ്ഞേ ഈ ഡിവോഴ്സിന്റെ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.